വേറൊരു പുരുഷൻ്റെ ഭാര്യയെ ഞാൻ പ്രേമിച്ചാലോ പ്രണയിച്ചാലോ അവളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാർക്കിൽ പോയി അവളുടെ കൈ പിടിച്ച് ഞാൻ ഒന്ന് ഇരുന്നാലോ എന്നെ ജയിലിലിടുമോ? അല്ലെങ്കിൽ എൻ്റെ അഗേൻസ്റ്റ് സെക്ഷൻ 84 BNS അനുസരിച്ച് കേസ് വരുമോ? 2 വർഷം ജയിലിൽ ഞാൻ കിടക്കേണ്ടി വരുമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അഡ്വക്കേറ്റ് രജി മനോജ്. ഞാൻ ഒരു കാര്യം ഇന്ന് പറയാമെന്ന് വിചാരിച്ചു. പല വീഡിയോസ് ഈ ഒരു സെക്ഷൻ 84ൻ്റെ ബേസിസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് മാറ്റാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒരുപാട് പേരുടെ മനസ്സിനകത്ത് ഉണ്ടാവും. ചിലർ ചോദിക്കാൻ മടിക്കായിരിക്കും. അതിനു വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. മറ്റു പുരുഷൻ്റെ ഭാര്യയെ സ്നേഹിച്ചാലോ പ്രേമിച്ചാലോ പ്രണയിച്ചാലോ ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആരും ജയിലിലിടാൻ പോകുന്നില്ല. ഓക്കെ, ഒന്ന് മനസ്സിലാക്കേണ്ടത് അത്. ഇനി ഈ സെക്ഷൻ 84 പറയുന്നത് എന്താണെന്നറിയോ? സെക്ഷൻ 84 ഓഫ് BNS പറയുന്നത് വേറൊരു പുരുഷൻ്റെ ഭാര്യയെ നിങ്ങൾ വശീകരിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അത് കൊണ്ടുപോകുന്നത് ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ, ഇല്ലിസിറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് BNS സെക്ഷൻ 84 അനുസരിച്ച് തെറ്റായ കാര്യമാണ്, ഒഫൻസാണ്. അതിന് 2 വർഷം ജയിൽ ശിക്ഷ ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇനിയിപ്പോൾ ഈ നമ്മുടെ ലോനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏതൊരു കേസിലും നമുക്ക് പനിഷ്മെൻറ്റ് അവാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ എവിഡൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ എവിഡൻസ് എന്ന് പറയുന്നത്, ഈ കേസിലൊരു എവിഡൻസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ആരും പബ്ലിക്ലി ചെയ്യേണ്ടതല്ല. വേറൊരു പുരുഷൻ്റെ ഭാര്യയെ പ്രേമിച്ചിട്ടും പ്രേമിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്, എന്നാൽ അവളായിട്ടൊരു ഇല്ലിസിറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പബ്ലിക്ലി ആരും ചെയ്യില്ല. അത് സീക്രട്ടായിട്ട് വെക്കാനേ എല്ലാവരും നോക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പ്രൂവ് ആയിക്കഴിഞ്ഞാൽ, ഇത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് രണ്ട് പേരുടെയും ഫോണിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് കിട്ടുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിഡൻസ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 84 സെക്ഷൻ BNSൻ്റെ നമുക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാത്ത പക്ഷം ഈ പറയുന്ന സെക്ഷൻ അപ്ലിക്കബിൾ ആവില്ല, ആരും ജയിലിൽ കിടക്കുകയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഒരാളെ പ്രേമിക്കുക, പ്രണയിക്കുക, സ്നേഹിക്കുക, അവളുടെ കൂടെ ഒന്ന് സിനിമയ്ക്ക് പോവുക, ഒരു പാർട്ടിക്ക് പോവുക, അവളുടെ കൈ പിടിച്ചൊന്ന് എവിടെയെങ്കിലും ഇരിക്കുക, ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇതിലൊന്നും തന്നെ ലീഗലി കുഴപ്പമില്ലാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യല്ല. നിങ്ങൾക്ക് നിയമം പറഞ്ഞു തരണം എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. കുറേ ഡൗട്ട്സ് ഉണ്ട് ഓരോരുത്തർക്ക്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ പറയുന്ന സ്നേഹമോ പ്രേമോ പ്രണയമോ ഒക്കെ നമുക്ക് ഒരാളോട് ഫീൽ ചെയ്യുക എന്നുള്ളത് അത് നാച്ചുറലാണ്. അതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. അത് തന്നെ ലീഗൽ സിസ്റ്റത്തിലും പറയുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റോ കുറ്റോ ഒന്നും അല്ല, അതൊരു ക്രിമിനൽ ആക്റ്റും അല്ല. ഓക്കെ, ഇത് ഇല്ലിസിറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരാളെ വശീകരിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഒരാളെന്ന് വെച്ചാൽ വേറെ പുരുഷൻ്റെ ഭാര്യയെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രം, അത് പ്രൂവ് ആവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശിക്ഷയുള്ളൂ. അല്ലാത്ത പക്ഷം ഇറ്റ്സ് ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ ഒരു കാര്യം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ലീഗൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ളൊരു ആവശ്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് ലീഗൽ വീഡിയോ.